നിങ്ങൾ ഡയറ്റ് ചെയ്തിട്ടും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ സ്കിപ്പ് ചെയ്തിട്ടും എക്സസൈസ് ചെയ്തിട്ടും ഒരുപാട് നടന്നിട്ടും ഒന്നും എന്താണ് വെയിറ്റ് കുറയാത്തത്? പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്. ഞാൻ ഭക്ഷണം കുറച്ച് കഴിക്കുന്നുള്ളൂ, ഡയറ്റ് ആണ്, പിന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അതായത് കുറെ ദൂരം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും വെയിറ്റ് കുറയുന്നില്ല, ഒരേ വെയിറ്റിൽ തന്നെയാണ് കുറെ നാളായിട്ട് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതുപോലെ തന്നെ പിന്നെയുള്ള ഒരു പ്രശ്നമാണ് വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടായി, പക്ഷെ അതിന്റെ കൂടെ മുടി കൊഴിച്ചിലുണ്ടായി, ക്ഷീണായി, സ്കിന്നൊക്കെ ആകെ ഡള്ളായി എന്നിങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്? ശരിയായിട്ടുള്ള രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വെയിറ്റ് ലോസിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന മിസ്റ്റേക്സ് എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം, എന്തുകൊണ്ടാണ് വെയിറ്റ് സ്റ്റക്ക് ആയി പോകുന്നത്, കുറയാണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. അതിൽ ആദ്യം തന്നെ ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കുറയും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് കുറെ വേർത്തിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കുറയും എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും ശരിയായിട്ടുള്ള ഒരു ധാരണയല്ല. അതിൽ ആദ്യത്തെ നോക്കാം, കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുക. അതിന്റെ അടിസ്ഥാനമായിട്ട് പലരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, ഡിന്നർ സ്കിപ്പ് ചെയ്യും, ഇതുപോലെ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ ഒരു ഡെയിലി ഡയറ്റ് എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് കാലറി ഡെഫിസിറ്റ് ആയി പോകും. ചിലപ്പോൾ ഒരു 800 കാലറി ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ശരിക്കും നമ്മുടെ ബോഡിക്ക് അത്ര കാലറി ഒന്നും പോരാ. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡിയിൽ ഈ മസിൽ മാസ് ഒക്കെ കുറഞ്ഞു തുടങ്ങും. മസിൽ കുറയുന്ന സമയത്ത് ബേസൽ മെറ്റബോളിക് റേറ്റ് കുറയും, അതായത് നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം ഒക്കെ സ്ലോ ഡൗൺ ആവും. അപ്പോഴും ഈ വെയിറ്റ് ലോസിനെ കാര്യമായിട്ട് അത് ബാധിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള വെയിറ്റ് ലോസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ പോലും അതൊക്കെ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനും തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ചു എന്നതുകൊണ്ട് വെയിറ്റ് ലോസ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും വെയിറ്റ് ലോസിന് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനിങ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ ഫുഡിൽ കറക്റ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫൈബർ, ഫാറ്റ് ഇതെല്ലാം ഒരു നിശ്ചിത അളവിൽ വേണം എന്നുള്ളത്. അപ്പൊ തന്നെ പലരുടെയും സംശയം മാറിയിട്ടുണ്ടാവും. പലരും ചോദിക്കും, ചോറ് തിന്നാണ്ടെയാണോ ഈ ഡയറ്റ്, അല്ലെങ്കിൽ ഇതിൽ ചോറും അരിയാഹാരവും ഒന്നും ഉൾപ്പെടുത്താതെയാണോ എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മളെ ഡയറ്റിൽ അരിയാഹാരവും എല്ലാം ഉണ്ടാവും. കാർബോഹൈഡ്രേറ്റ് ഒക്കെ നമ്മുടെ ബോഡിക്ക് വേണ്ടത് തന്നെയാണ് ഒരു നിശ്ചിതമായിട്ടുള്ള അളവിൽ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിച്ചുകൊണ്ട് നിങ്ങൾ സാധാരണ കഴിക്കുന്ന ചോറും അരിയാഹാരവും ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡയറ്റ് ചെയ്യേണ്ടതും. അതിൽ നമ്മൾ ഒരു നിശ്ചിത അളവിൽ ഈ പ്രോട്ടീനും ഫൈബറും ഒക്കെ വരണം എന്നുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഈ ഡയറ്റിൽ പ്രോട്ടീൻ്റെ അളവൊക്കെ കാര്യമായിട്ട് കുറയുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ ഹെയർ ലോസ് ഉണ്ടാവുന്നത്. ഇങ്ങനെയൊക്കെ പലരും കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, കമന്റ്സിലൊക്കെ കാണാറുണ്ട്, വെയിറ്റ് കുറഞ്ഞു പക്ഷെ ഹെയർ ഫോൾ ആണ് ഇപ്പൊ ഭയങ്കര സിവിയർ ആയിട്ട്. ഒരു പക്ഷെ നിങ്ങളുടെ ഡയറ്റ് പ്രോപ്പർ ആയിരിക്കില്ല, അതിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ന്യൂട്രിയൻസ് ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സൈഡ് എഫക്ട്സ് വരാം. അതിന്റെ ഒന്നാണ് ഹെയർ ഫോൾ. പിന്നെ അതുപോലെ തന്നെ വീക്ക്നെസ് ഉണ്ടാവും, നമ്മുടെ ബോഡിയിൽ മസിൽ മാസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ക്ഷീണമായതുപോലെ ഉണ്ടാവും, സ്കിന്നിന്റെ ഹെൽത്ത് ഒക്കെ മോശമായിട്ടുണ്ടാവും, സ്കിൻ ലൂസ് ആയിട്ടുണ്ടാവാം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരാറുണ്ട്. പിന്നത്തെ ഒരു മിസ്റ്റേക്ക് ആണ് നമ്മൾ കാർഡിയോ മാത്രം ചെയ്യുന്നത്. വെയിറ്റ് ലോസിൽ സ്ട്രെങ്ത് ട്രെയിനിങ്, അതായത് നമ്മൾ ഒന്നെങ്കിൽ ബോഡി വെയിറ്റ് കൊണ്ട് തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റ്സ് വെച്ചിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഇല്ലാണ്ട് നമ്മൾ കാർഡിയോ മാത്രമായിട്ട് ഒന്നെങ്കിൽ നടത്തം മാത്രം ചെയ്തിട്ട് വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുക. ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ വെയിറ്റ് ഒരു പോയിന്റ് എത്തുമ്പോൾ സ്റ്റക്ക് ആയി പോകും. കൂടാതെ നമുക്ക് മസിൽ ലോസ് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോട്ടീൻ കാര്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ മസിൽ ലോസ് ഉണ്ടാവും. കാർഡിയോ മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ മസിൽ ലോസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതിന്റെ കൂടെ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്, അതായത് വെയിറ്റ് ട്രെയിനിങ്ങും സ്ട്രെങ്ത് ട്രെയിനിങ് എന്തെങ്കിലും ചെയ്യണം ഇതിന്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ മറ്റൊരു മിസ്റ്റേക്ക് ആണ് കോമൺ ആയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ. പലരും വീഡിയോസിൽ കമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ഒരു കോമൺ ഡയറ്റ് പ്ലാൻ പറയുന്നത്. ശരിക്കും നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു കോമൺ ആയിട്ട് ഡയറ്റ് പ്ലാൻ നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ബോഡി വെയിറ്റും ഹൈറ്റും അവരുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റിയും അവരുടെ ഫുഡ് പാറ്റേണും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഒരാൾക്ക് നമുക്ക് ഒരു ഡയറ്റ് പറഞ്ഞു കൊടുത്തു, അത് തന്നെ വീട്ടിൽ എല്ലാവരും ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാവില്ല. വീട്ടിലുള്ളവരുടെ പലരുടെയും ബോഡി വെയിറ്റും ബോഡി ടൈപ്പും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ പലർക്കും പല രീതിയിലായിരിക്കും നമുക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ടി വരിക. അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൂടി ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് എപ്പോഴും പേഴ്സണലൈസ്ഡ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് മാത്രമേ ഡയറ്റ് പ്ലാൻ വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഒരു ഡയറ്റും വർക്കൗട്ടും ഒക്കെ അറിഞ്ഞ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. അപ്പൊ നിങ്ങളെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മനസ്സിലുണ്ടാവുന്ന ചില കാര്യങ്ങളാണ്, നമുക്ക് വേഗം വെയിറ്റ് കുറയണം, ഇപ്പൊ തന്നെ കുറയണം, ഒരു മാസം കൊണ്ട് 10 കിലോ കുറയണം, ഇങ്ങനെ വേഗം വേഗം എല്ലാം ആവണം, വെയിറ്റ് കുറയണം, ഒരു ഫാൾസ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ. അത് ശരിക്കും നമുക്ക് ഒരിക്കലും അതൊരു
എന്താ പറയാ സസ്റ്റൈനബിൾ വെയിറ്റ് ലോസ് അല്ല. ഒരു മാസം കൊണ്ട് 10 കിലോ ഒക്കെ കുറയ്ക്കാന്ന് പറയുന്നത്. അതിന്റെ പുറത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ക്രാഷ് ഡയറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ബോഡിയിൽ ഒരു മാസം കൊണ്ട് ഒരു 10 കിലോ ഒക്കെ കുറയ്ക്കുകയാണെങ്കിൽ അതൊരിക്കലും സസ്റ്റൈനബിൾ അല്ല. നിങ്ങൾ ഒരു നോർമൽ ഡയറ്റിലേക്ക് പോകുന്ന സമയത്ത് ആ വെയിറ്റ് ഒക്കെ അതുപോലെ തന്നെ കൂടുകയും ചെയ്യും. ചിലപ്പോൾ അതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പെട്ടെന്ന് വെയിറ്റ് ലോസും പെട്ടെന്ന് വെയിറ്റ് ഗെയിനും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ് വേറെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റി നിർത്തിയിട്ട് കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഒരു ആഴ്ച ഒരു ½ kg എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ എയിം ചെയ്യുക. ഒരു മാസം കൊണ്ട് ഒരു 2-3 കിലോ വെയിറ്റ് ഒക്കെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ധാരണ മനസ്സിൽ ആദ്യമേ ഉണ്ടാക്കി വെക്കുക. ഒരു 10 കിലോ കുറയ്ക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യമേ എയിം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. ആദ്യമേ ഒരു 10 കിലോ എന്നൊക്കെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ അത്രയും ദൂരം എത്താൻ സമയം എടുക്കും. അപ്പൊ ആദ്യമേ ഇത്രയും ഒരു വെയിറ്റ് ലോസ് ഉണ്ടായില്ലെങ്കിൽ പിന്നെ വിഷമം കാരണം ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി തന്നെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആദ്യമേ ഇങ്ങനെ ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതിൽ ഏറ്റവും പ്രധാനമാണ് ഉറക്കം. ഒരു 6 മുതൽ 7 മണിക്കൂർ, ശരിക്കും നമുക്കൊരു 7 hours സ്ലീപ്പ് നിർബന്ധമായിട്ട് വേണം അതിൽ കുറയാണ്ട് ഈ ഒരു വെയിറ്റ് ലോസിന്റെ സമയത്ത്. ഉറക്കം കുറയുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാവും, കോർട്ടിസോൾ ഒക്കെ കൂടും. അപ്പൊ ആ സമയത്തും വെയിറ്റ് ലോസ് ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് സ്ലീപ്പ് പ്രോപ്പർ ആയിട്ട് തന്നെ വേണം. പിന്നെ ഡിന്നർ, രാത്രി ഭക്ഷണം കഴിക്കുന്നത് ഒരു 7 മണിക്ക് ശേഷം നിങ്ങൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതും വെയിറ്റ് ലോസിനെ അഫക്ട് ചെയ്യും. പ്രോപ്പർ ആയിട്ട് ഡൈജഷൻ ഒന്നും നടക്കില്ല. അപ്പൊ നമ്മളൊരു 7 മണി 7:30 മുന്നേ തന്നെ നമ്മുടെ ലാസ്റ്റ് മീലൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ലാസ്റ്റ് മീലും ഉറക്കവും തമ്മിൽ ഒരു 2.5-3 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കീപ്പ് ചെയ്യാനൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ പ്രോപ്പർ ആയിട്ട് വെള്ളം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ വെയിറ്റ് ലോസ് ഗൈഡൻസ്, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് തന്നെ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു വെയിറ്റ് ലോസ്, നിങ്ങൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ വേണം വെയിറ്റ് ലോസിന്, വർക്കൗട്ട് പ്ലാൻ അറിയണം, നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു വർക്കൗട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് ചെയ്തു തരാവുന്നതാണ്. ഞാൻ നമ്പർ ഇവിടെ കൊടുത്തിരിക്കാം. അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ ഡയറ്റും വർക്കൗട്ടും ഒക്കെ ആയിട്ട് ഒരു വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ തന്നെ ചെയ്യാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.